ഗവിയിൽ വനത്തിനുള്ളിൽ 32 വയസ്സുള്ള യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ച പോലീസ്. സംശയാസ്പദമായ സാഹചര്യത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത ആദിവാസി യുവാവ് വിനോദ കുറ്റം സമ്മതിച്ചു. ബലാത്സംഗ ശ്രമത്തിനിടെ കൊലപാതകം നടത്തി മൃതദേഹം തോട്ടിലേക്ക് തള്ളുകയായിരുന്നെന്ന് വിനോദ പോലീസിനോട് പറഞ്ഞു. മീനാർ അംഗൻവാടിയിലെ ഹെൽപ്പറാണ് കൊല്ലപ്പെട്ട യുവതി. തമിഴ്നാട് സ്വദേശിനിയായ യുവതി മീനാറിലെ അംഗൻവാടിയിലാണ് ജോലി ചെയ്യുന്നത്. ഗവിയിലാണ് താമസം. 3 കിലോമീറ്റർ അകലെയാണ് അംഗൻവാടി. ഇവിടെയുള്ള പാത പൂർണ്ണമായും വനത്തിലൂടെയാണ് കടന്നു പോകുന്നത്. വഴിമധ്യേ ഉള്ള തോട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിൽ മൃഗങ്ങൾ ആക്രമിക്കപ്പെട്ട പാടുകളോ മറ്റോ കണ്ടിരുന്നില്ല. ഇതിൽ അസ്വാഭാവികത തോന്നിയതിനെ തുടർന്ന് നാട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസമായി യുവതിയെ വിനോദ പിന്തുടരുകയായിരുന്നു. യുവതിയെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ട് ഇയാൾ വനമേഖലയിൽ കുടിൽ കെട്ടി താമസിക്കുകയും ചെയ്തതിന്റെ തെളിവുകൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഗവി മീനാർ വഴിയിൽ കാത്തുനിന്നാണ് യുവതിയെ ഇയാൾ ആക്രമിച്ചത്. ബലാത്സംഗത്തിനിടെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നത്. ആദ്യഘട്ടത്തിൽ പ്രതി കുറ്റം സമ്മതിച്ചിരുന്നില്ല. എന്നാൽ കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ യുവതിയോട് പ്രണയമുണ്ടായിരുന്നെന്നും അതിനാലാണ് യുവതിയെ കാണാൻ ശ്രമിച്ചതെന്നും പ്രതി പറഞ്ഞു. യുവതിയെ പിടിച്ച് തള്ളിയപ്പോൾ തല കല്ലിൽ ഇടിച്ച് താഴേക്ക് വീണു. പിന്നീട് തോട്ടിലെ വെള്ളത്തിൽ മുക്കി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും പ്രതി വെളിപ്പെടുത്തി. വനംവകുപ്പും പോലീസും ചേർന്ന് നടത്തിയ തെരച്ചിലിലാണ് വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ വെച്ച് പിടിയിലാകുന്നത്. ഇയാൾക്കെതിരെ കൊലപാതക ശ്രമത്തിന് മറ്റൊരു കേസുണ്ടെന്നും പോലീസ് പറഞ്ഞു. വണ്ടിപ്പെരിയാർ പോലീസാണ് ആദ്യം ചോദ്യം ചെയ്തത്. പത്തനംതിട്ട പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി. കൂടുതൽ ചോദ്യം ചെയ്യും. പ്രതിക്കൊപ്പം 13 വയസ്സുള്ള പെൺകുട്ടിയുമുണ്ട്. സഹോദരിയുടെ മകളാണെന്നാണ് പ്രതി പറയുന്നത്. ഫെസ്റ്റൂൺ ന്യൂസ്, പീരിമേട്.